ബഹുമാന്യനായ BSSൻ്റെ ചെയർമാൻ, അതുപോലെ BSSൻ്റെ മെൻറ്ററായ ഡാളി മുൻകൊച്ചി സാർ, അതുപോലെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, സദസ്സിലിരിക്കുന്ന വ്യക്തികൾ, പ്രിയമുള്ളവരെ, എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഇന്നത് ഉച്ചയോടടുത്ത് സമയവും ഏതാണ്ട് നല്ലതുമായി. ഇൻ്റർവ്യൂവില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുകയാണ്. സൗരോർജവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എൻ്റെ പ്രഭാഷണത്തിലുള്ളത്. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തുടങ്ങാം. ഇന്ന് സോളാർ മേഖല ആളുകളോട് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു മേഖലയാണ്. മിക്കവാറും നിങ്ങൾ കാണുന്ന ഇടങ്ങളിലൊക്കെ തന്നെ മിക്ക വീടുകളുടെ മുകളിലും സോളാർ ആയിക്കൊണ്ടിരിക്കുന്നു, ആയി കഴിഞ്ഞിരിക്കുന്നു, ഇനി ആകാനിരിക്കുന്നു. ഇപ്പം ഈ വിഷയം പറയുമ്പോൾ ഇതിൽ കാൻഫെഡിൻ്റെ സജീവമായിട്ടുള്ള പ്രവർത്തകർക്ക് എന്താണ് ഇതിനകത്തുള്ള ഇടപെടാൻ കഴിയുന്നത്? അവിടെയാണ് ഞാൻ എന്ത് കാര്യം പറയുന്നു എന്നുള്ളത് നോക്കേണ്ടത്. ഞാനൊരു പദ്ധതിയെപ്പറ്റി മാത്രം സൂചിപ്പിക്കാം. ഇപ്പോൾ ഇന്ത്യ ഒട്ടുക്ക് നടന്നു വരുന്ന പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയുണ്ട്. 1 കോടി വീടുകളിൽ സോളാർ സ്ഥാപിക്കുന്ന ഒരു പദ്ധതി നടക്കുന്നു. അതോടൊപ്പം തന്നെ അത് 2 കോടി വീടുകളിലേക്കാക്കി മാറ്റിയിട്ടുണ്ട് ഇന്ത്യ ഒട്ടുക്ക്. ഈ 2 കോടി വീടുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആനുപാതികമായിട്ട് കണക്കാക്കുമ്പോൾ കേരളത്തിൽ 5 ലക്ഷം വീടുകളുടെ മുകളിലാണ് ഇത് സ്ഥാപിക്കുന്നത്. ആവറേജ് 5 ലക്ഷം വീടുകളുടെ മുകളിൽ ഇത് സ്ഥാപിക്കുമ്പോൾ ഒരു വീട്ടിൽ സ്ഥാപിക്കുന്നതിന് 8 ആളുകളുടെയെങ്കിലും തൊഴിലുകൾ വേണം, തൊഴിൽ ദിനമുണ്ടാകും. ഏതായത് 40 ലക്ഷം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു കേരളത്തിൽ മാത്രം. മറ്റൊരു കണക്ക് പറയുമ്പോൾ ഈ 5 ലക്ഷം വീടുകളിൽ വയ്ക്കുമ്പോൾ ഒരു വീട്ടിൽ ഏതാണ്ട് ആവറേജ് 2 ലക്ഷം വെച്ച് കണക്കാക്കിയാൽ 10,000 കോടിയുടെ ബിസിനസ് കേരളത്തിൽ നടപ്പാകുന്നു. എന്ന് പറഞ്ഞാൽ 10,000 കോടിയിൽ 1,800 കോടി രൂപ സർക്കാരിന് GST ആയിട്ട് ഇവിടെ വരുന്നു. ഈ ഇത്രയും വലിയൊരു ബിസിനസ് ഇവിടെ നടക്കുമ്പോൾ ഇതിൽ വരുന്ന തൊഴിലാളികൾ എത്ര? 100 വീടിന് ഒരാൾ വെച്ച് 25 കൊല്ലം ഇതിൻ്റെ മെയിൻ്റനൻസിന് വേണം. ഏതാണ്ട് 5 ലക്ഷം ഭാഗം 100 വീടെടുത്താൽ മതി. എത്രയായി? 50,000 പേര് വേണം. മെയിൻ്റനൻസ്, മറ്റ് കാര്യങ്ങൾ. 25 കൊല്ലത്തേക്ക് തൊഴിൽ. കേരളം മാറ്റിമറിക്കുന്ന, ഇന്ത്യ തന്നെ മാറ്റിമറിക്കുന്ന ഒരു വലിയ വിപ്ലവമാണ് നടക്കാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു കാരണവശാലും നമ്മളത് സമ്മതിക്കില്ല.
സമ്മതിച്ചെങ്കിൽ നിങ്ങളെല്ലാം പഠിക്കണം, എല്ലാം കണ്ടു പഠിക്കണം, നന്നാവണമെന്ന് പറഞ്ഞ് പണ്ട് പണിക്കസാറും സംഘവും ഇറങ്ങിയത് കേട്ട് പഠിച്ച് നാട് നന്നാവില്ലായിരുന്നു. ഞാൻ ഇന്നലെ ഞങ്ങളൊരു ഈ ഇൻസ്റ്റോൾ ചെയ്യുന്ന കമ്പനികളുടെ ഒരു സമ്മേളനം വിളിച്ചിരുന്നു. അതിൽ എന്നെ പ്രസിഡന്റ് ആക്കി തിരഞ്ഞെടുത്തു. വേറെ ആരും കിട്ടാത്തതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ എന്നെ പ്രസിഡന്റായി. ഞങ്ങൾ കേരളത്തിൽ എത്ര ആളുകൾക്ക് ജോലി കൊടുക്കണമെന്നറിയാം. 100 കമ്പനികളാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടത്. മിനിമം 10 പേര് വെച്ചായാൽ പോലും 1000 പേർക്ക് ഞങ്ങൾ തൊഴിൽ കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ കോടികളുടെ ബിസിനസ് ഇവിടെ ചെയ്ത് ഇത്ര കോടി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിൽ വരുന്ന ഈ 10,000 കോടിയുടെ ബിസിനസ്സും 50,000 പേർക്ക് പെർമനന്റ് ആയിട്ട് 25 കൊല്ലത്തെ ജോലി എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ തടസ്സമുണ്ട്, ഒരു കാര്യമുണ്ട്. ഇന്ന് കേരളത്തിലെടുത്താൽ തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പേരൂർക്കടയും വട്ടിയൂർക്കാവും പേട്ട ശ്രീകാര്യം തുടങ്ങി ഒരുമാതിരിപ്പെട്ട എല്ലാ ഹൗസിംഗ് കോളനികളിലും ഇനിമേലാൽ സോളാർ വയ്ക്കണ്ട എന്ന് പറഞ്ഞ് ഫീസിബിലിറ്റി സർക്കാർ തരുന്നില്ല. കേരളത്തിൻ്റെ അങ്ങുള്ള എറണാകുളം ജില്ലയിൽ ഏറിയ ഭാഗത്തും അതായി. നിങ്ങൾ കമ്പനികൾ ഇത്ര കോടി രൂപ മുടക്കി ഇത്ര ആളുകൾക്ക് ജോലി കൊടുത്ത് ഇത്ര ഊർജത്തിൻ്റെ കാര്യത്തിൽ എത്തിയില്ല. എത്ര ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു? അങ്ങനെ ചെയ്ത് നാട് മാറ്റണ്ട എന്ന് നാട്ടിലെ ഭരണാധികാരികൾക്കൊരു തോന്നലുണ്ട്. എല്ലായിടത്തും ഫീസിബിലിറ്റി ചേർക്കുകയാണ്. നിങ്ങൾ സോളാർ വെക്കണ്ട എന്ന് കേരളം തീരുമാനിക്കുന്നു. MNREയുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ഷൻ ഉണ്ട്. ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി നോക്കാതെ ആര് വന്നാലും പെർമിഷൻ കൊടുക്കണമെന്ന്. നമ്മുടെ ആശാന്മാർ ഇതെല്ലാം കൂടെ നോക്കിയേക്കിട്ട് പറഞ്ഞ് ഈ കറണ്ട് കൂടിപ്പോയാൽ കമ്പിയം കണ്ട പൊട്ടിത്തെറിക്കുമെന്നൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് അവർ പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുമ്പോൾ ഇത് പൊട്ടിത്തെറിക്ക പ്രശ്നങ്ങളായി പോകുന്നു. ചുക്കും ചൂണ്ണാമ്പ് പറഞ്ഞുകൂടാത്ത എന്നെ പോലെ തന്നെ ഉള്ളവരൊക്കെ തന്നെ ഈ രംഗത്തിറങ്ങി അവരൊക്കെയാണ് ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നത്. മൊത്തം കുളമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം കൂടെ വരാനാണ് കാൻഫിഡിനെ പോലത്തെ ഈ ഊർജ സാക്ഷരതയിൽ ഇറങ്ങേണ്ട ഒരാവശ്യം കൂടെ. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. കേരളത്തിൽ ഒരു വർഷം 7500 കോടിയുടെ വൈദ്യുതി നമ്മുടെ ബോർഡ് വിലയ്ക്ക് വാങ്ങിക്കുന്നുണ്ട്. ഈ 7500 കോടിയുടെ വൈദ്യുതി വാങ്ങിക്കുമ്പോൾ അതിന് കാരണം പറയുന്നത് സോളാർ വെച്ചാൽ പീക്ക് അവറിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഇതിന് ഞങ്ങൾ വെളിയിൽ നിന്ന് വൈദ്യുതി വാങ്ങിക്കണമെന്നാണ്. 5 മുതൽ 12 വരെയുള്ള സമയത്ത് വെളിയിൽ നിന്ന് വാങ്ങിച്ചാലേ പറ്റുള്ളെന്നാണ്. അദാനിയെ പോലത്തെ കമ്പനികൾ വടക്ക് കിഴക്കൻ സ്റ്റേറ്റുകളിൽ 3 രൂപ 80 പൈസയ്ക്ക് വെച്ച് യൂണിറ്റിന് കറണ്ട് നൽകുമ്പോൾ വിൽക്കുമ്പോൾ അമാതിരി കമ്പനികൾ ആ കമ്പനി തന്നെ കേരളത്തിൽ 7 മുതൽ 13 രൂപ വെച്ച് തരികയും അത് യാതൊരു ഉളുപ്പമില്ലാതെ വാങ്ങിച്ച് നമ്മുടെ ഉച്ചയ്ക്ക് അടിച്ചു തരികയും ചെയ്യുകയാണ്. ഭരണ പ്രതിപക്ഷത്തിനാർക്ക് പ്രശ്നമൊന്നുമില്ല. ഈ കൊടിയ ക്രൂരത ഇവിടെ നടക്കുക. പറയുന്നത് സോളാറിന്റെ പകലിന്റെ പ്രശ്നങ്ങളാണ്. ഇതിലൊരു ഇതും കൂടെ ഉണ്ട്. ഈ 7500 കോടിയിൽ വെറും 500 കോടി രൂപ ഇവിടുത്തെ 5 ലക്ഷം ആളുകൾക്ക് 1 ലക്ഷം രൂപ വെച്ച് കൊടുത്താൽ, സബ്സിഡി കൊടുത്താൽ, ഇവർ 3-4 ബാറ്ററി വെച്ചിട്ട് 5 മണി തൊട്ട് 9 മണി വരെ 12 മണി വരെ അവർ കറണ്ട് ഉപയോഗിക്കും. 500 കോടി രൂപ സബ്സിഡി ആയിട്ട് കൊടുത്താൽ 7500-ൽ 5000 കോടിയിൽ ലാഭിക്കാം. ഇതെന്റെ പറച്ചിലല്ല. ഇതിന്റെ റിട്ടയർ ആയിട്ടുള്ള KSEB എന്നുള്ള പല ചീഫ് എഞ്ചിനീയർമാർ നമ്മളുമായിട്ടൊക്കെ സഹകരിക്കുന്നുണ്ട്.
അവർ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വരെ വെച്ച പ്രപ്പോസലാണ്. പക്ഷെ പറ്റൂല, അത് ചെയ്ത് ശരിയാവില്ലല്ലോ. പെർ ഡേ 55 ലക്ഷം മുതൽ 1 കോടി യൂണിറ്റ് വരെ പെർ ഡേ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. 380 മറ്റും കൂടി ഒരു അവിടെ വടക്കുകിഴക്കൻ മേഖലയിലാകുമ്പോൾ കമ്പി ഇങ്ങനെ ഒരുമാതിരി ചരിഞ്ഞു പോകുന്നത് കൊണ്ട് അവിടെ വില കുറയും. ഇങ്ങോട്ട് വരുമ്പോൾ തേരിയാണ്, ഇങ്ങനെ കയറ്റമായതുകൊണ്ട് കമ്പിയിൽ കറണ്ട് വരുന്നതുകൊണ്ടാണ് വില കൂടുന്നത്. പെർ ഡേ വാങ്ങിക്കുന്ന ഇതിലുള്ള കമ്മീഷന്റെ പ്രശ്നം എന്തോ ആണല്ലേ, സമ്മതിക്കത്തില്ല എന്നുള്ളതാണ്. കാൻഫെഡ് കേരളത്തിൽ വിപ്ലവമുണ്ടാക്കിയ പ്രസ്ഥാനമാണ്. നമുക്ക് ഓരോ പഞ്ചായത്തിലും ഓരോ ബ്ലോക്കിലും നിങ്ങൾ പ്രവർത്തകരായി വരണം. നിർബന്ധമായി എല്ലാ വീടുകളിലേക്കും നമുക്കിതെത്തിക്കണം. ഇതിന്റെ ഊർജത്തിന്റെ പ്രത്യേകത, ഒരു രാജ്യത്ത് വികസനം ഉണ്ടാകണമെങ്കിൽ റാ മെറ്റീരിയൽ വേണം, റിസോഴ്സ് പേഴ്സൺ വേണം, പണം വേണം, അതിൻ്റെ പരിസ്ഥിതി ഉണ്ടാകണം. അവസാനം ഒരു കാര്യവും കൂടെ വേണം, ഊർജവും കൂടെ വേണം. റാ മെറ്റീരിയലുണ്ട്, ഇഷ്ടം പോലെ ധാതുക്കൾ കൊണ്ട് സമ്പന്നമാണ് കേരളം. ഒരു കാരണവശാലും ഞങ്ങൾ തോണ്ടിയെടുക്കാൻ സമ്മതിക്കില്ലെന്നാണ്, ഞങ്ങൾ മോട്ടിച്ചോണ്ട് പോകുന്നതാണ് കരിമടലിനേക്കാൻ സംബന്ധിച്ച്. 2, റിസോഴ്സ് പേഴ്സൺ ഞങ്ങൾ ഇവിടെ ചെയ്യാൻ സമ്മതിക്കില്ല, വെളിയിലോട്ടിക്കുമെന്നാണ്. അതുണ്ട്. 36,000 കോടി രൂപയാണ് വിദേശങ്ങളിൽ നിന്ന് കേരള ബാങ്കിൽ വന്ന് ഇത് വടക്കോട്ടുള്ള ആശാന്മാർക്ക് നമ്മൾ കൊണ്ടുവന്ന് പണയം കൂടെ ഇവിടെ ലോണ് കൊടുത്ത് അവന്മാരിവിടെ വട്ടിപ്പലിശയ്ക്ക് പൈസ തിരിച്ചു തരുന്നത്. 36 ബാങ്കിൽ കിടക്കുകയാണ്. പണമുണ്ട്, പരിസ്ഥിതിയുണ്ട്, ഇല്ലാത്തത് ഊർജം. ഊർജം ഇവിടെ എക്സസ് ആയാൽ വ്യവസായം ഉണ്ടാകും. ഇവരെല്ലാം ഇവിടെ നിൽക്കും. പക്ഷെ അത് പറ്റുമോ? 70 കാലഘട്ടം മുതൽ പല ശാസ്ത്ര സാഹിത്യ പ്രസ്ഥാനങ്ങളും ഊർജം എക്സസ് ആവണതിനെതിരാണ്. ഒരു കാരണവശാലും ഇവിടെ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സമ്മതിക്കില്ല. കൂടംകുളം പദ്ധതി അറിയാല്, പ്രീമിയർ ടയേഴ്സിന്റെ ആ സ്ഥലത്ത് അതെല്ലാമായതാണ്. ഇവിടെ നിന്ന് കല്ലെറിഞ്ഞു ഓടിച്ച് അപ്പുറത്തെത്തിച്ചു നമ്മുടെ വലിയൊരു നായകൻ. കളിയിക്ക് അവളേക്ക് അപ്പുറം നിന്നപ്പോൾ അവിടെ ഭരിച്ചിരുന്ന ഒരു സ്ത്രീയാണ് അല്ലേ. അവർ പറഞ്ഞു വന്ന എടുത്ത് കടലിൽ കളയുമെന്ന് പറഞ്ഞു. ആശാൻ അവിടെ നിന്ന് വെച്ച് കെട്ടി കേരളത്തിൽ പോന്നു. കൂടംകുളം ഭാഗത്ത് ഇപ്പം ചെന്ന് നോക്കണം. തമിഴന്മാര് ബുദ്ധിയുള്ളതുകൊണ്ട് നമ്മുടെ പുള്ളിക്കാരൻ ലോക്കല് ഉള്ള എല്ലായിടത്തിനും മാത്രം ഞങ്ങളുടെ നാട്ടിലുള്ളവർക്ക് പണി കൊടുക്കാവൂ എന്നവർ തീരുമാനിച്ചു. മിനിമം 1 ലക്ഷം രൂപ ഒരു പ്രത്യേക ടൗണായിട്ട് കൂടംകുളം മാറിയിരിക്കുന്നു. അവിടെ എന്തെങ്കിലും പൊട്ടിത്തെറിയുണ്ടായ കേരളം ഉണ്ടാവും, ഇന്ത്യ ഉണ്ടാവും, ലോകം ഉണ്ടാവും. ബുദ്ധിമാന്മാരായ മലയാളിയും അതിൻ്റെ നേതാക്കന്മാരും എല്ലാവരും കൂടി ഇതിന് ഓട്ടിച്ച് അപ്പുറത്താക്കി അവരിൽ നിന്ന് നമ്മൾ വിലയ്ക്ക് കറണ്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എങ്ങനെയുണ്ടെന്നാണ്. ഇതെല്ലാം മാറണം. കാറ്റ് ഫണ്ടിനെ പോലെ നിങ്ങൾ എത്രയോ VRV ഏഴത്തിൻ്റെയൊക്കെ പേര് ഞാൻ കണ്ടു. എൻ്റെ കൊച്ചിലെ ഞാൻ കാണുന്ന പേരുകളാണ്. കാരയിലൊക്കെ ഇരിക്കുന്നു. എന്തെല്ലാം വിപ്ലവങ്ങളാണ് നിങ്ങൾ ഈ വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാകപ്പെട്ട ഓരോ ഗ്രാമഗ്രാമാന്തരങ്ങൾ വിളക്ക് കത്തിച്ചിറങ്ങിയത്. ഊർജ സാക്ഷരതയ്ക്ക് ഇറങ്ങണം. ഗ്രാമഗ്രാമാന്തരം നിങ്ങൾ എത്ര പേരും ഉണ്ടെങ്കിലും നമുക്ക് ആളുകളെ എടുക്കാം. ഇവർക്ക് എല്ലാവർക്കും തൊഴിൽ കൊടുക്കാം. നമ്മൾ ഒരുമിച്ച് നിന്ന് ഒരു മുന്നേറ്റമായിട്ട് 10,000 പ്രവർത്തകരെയെങ്കിലും കേരളത്തിൽ ഇറക്കണമെന്നാണ് ഈ ഞങ്ങളുടെ സോളാർ മിഷന്റെ ആഗ്രഹം. അങ്ങനെ ഇറങ്ങാനായിട്ട് നിങ്ങളിൽ നിന്നൊക്കെ ശക്തമായ ഒരു സാന്നിധ്യമായി വരട്ടെ. വന്നാൽ അവരെ എത്രയും ഉൾക്കൊള്ളാം. എല്ലാവരും സമ്പന്നരാകും. നമ്മുടെ മൊയ്സൻ പറഞ്ഞതുപോലെ ഒറ്റ കോടി 1-2 പേർക്ക് മാത്രമല്ല, ഈ ഇത്രയും 10,000-നെയും വലിയ നിലയിലെത്തിക്കാൻ പറ്റും. നാട് നന്നാവും. ആ നന്നാവുന്നതിന് പല നന്നാവുന്നതിനും കൂട്ടുനിന്ന നിങ്ങൾ ഇതിനും ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ നിർത്താം. നമസ്കാരം. അടുത്തതായി നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഡയറക്ടർ ഡോക്ടർ പി കൃഷ്ണകുമാർ സാറിനെ ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷയായിട്ടുള്ള
ശ്രീമതി ജയശ്രീകുമാർ, ശ്രീ BS ബാലചന്ദ്രൻ, ഡാഡി ഉമ്മൻകോശി, ഗീത, ബിന്ദു, ഗോപകുമാർ സർ, മറ്റ് പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആയതുകൊണ്ടായിരിക്കും എല്ലാവരും ഇൻഫോർമലായിട്ട് ഊണ് കഴിക്കാം എന്ന് വിചാരിക്കുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു. എന്തുതന്നെയായാലും കുറച്ചാളുകൾ നോൺ ഫോർമൽ എഡ്യൂക്കേഷനുള്ള കുറച്ചാളുകൾ നോൺ ഫോർമലായിട്ട് പിടിക്കുന്നാൽ നമുക്ക് ഒരുമിച്ച് പോയി ഊണ് കഴിക്കാം, കുറച്ച് പേരിക്കുക. നമ്മുടെ ഈ ഫോർമൽ വിദ്യാഭ്യാസവും, ഞാൻ 10 മിനിറ്റ് എടുക്കത്തുള്ളൂ, ഫോർമൽ വിദ്യാഭ്യാസവും നോൺ ഫോർമൽ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഔപചാരിക വിദ്യാഭ്യാസവും അനൗപചാരിക വിദ്യാഭ്യാസവും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം എന്താണ്? ഇതിൻ്റെ ഒരു പ്രസക്തി എന്താണ്? കാൻഫഡ് തന്നെ ഒരു അനൗപചാരിക വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പൊതുജന ബഹുജന പ്രസ്ഥാനമാണ്. ഫോർമൽ എഡ്യൂക്കേഷനും കാൻഫഡിൻ്റെ പ്രവർത്തനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്നെക്കാളും കാൻഫഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഒരുപാട് പേര് പിടിക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ അനൗപചാരിക വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവിടെ കൂടുതൽ ഇരിക്കുന്നത്. നാളിതുവരെ ഔപചാരിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളെക്കാൾ കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. 40-45 വർഷമായിട്ട് ഞാൻ കോളേജുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ഇപ്പോൾ ഞാൻ തന്നെ മനസ്സിലാക്കുന്നു, ഈ ഔപചാരിക വിദ്യാഭ്യാസത്തിന് ഒരുപാട് പരിമിതികളുണ്ടെന്നും ഈ ഔപചാരികതയുടെ പേരിൽ മാത്രമുള്ള വിദ്യാഭ്യാസം വളരെ റിജിഡാണെന്നും ആ റിജിഡായിട്ടുള്ള ഒരു ചട്ടക്കൂടിനകത്തു നിന്നുള്ള വിദ്യാഭ്യാസത്തിൽ നിന്ന് പുറത്തു വന്ന് അനൗപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക, അതിലൂടെ കൂടുതൽ അറിവുകൾ നേടാൻ കൂടുതൽ സാധ്യതകളുണ്ട്, സാമൂഹിക വികസനത്തിന് കൂടുതൽ സാധ്യതകളുണ്ട്, മനുഷ്യൻ്റെ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് കൂടുതൽ സാധ്യതകളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നോൺ ഫോർമൽ എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കാനായിട്ട് തയ്യാറാകുന്നത്, ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുവാൻ തയ്യാറാകുന്നത്. അപ്പോൾ ഔപചാരിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്കൂളിലും കോളേജുകളിലും പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ നിന്ന് ഒതുങ്ങി നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസമാണെങ്കിൽ, അനൗപചാരിക വിദ്യാഭ്യാസം കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളുമായിട്ട്, കുടുംബവുമായിട്ട്, സുഹൃത്തുക്കളുമായിട്ട്, ജോലി സ്ഥലത്തെ സഹപ്രവർത്തകരുമായിട്ട് ഈ മീറ്റിങ്ങിലിരിക്കുന്ന നമ്മളെല്ലാവരും തമ്മിൽ ചേർന്ന് നടത്തുന്ന ഒരു വിദ്യാഭ്യാസ പ്രക്രിയയാണ്. ഇതിൻ്റെ പെഡഗോഗിക്ക് മറ്റതിൻ്റെ പെഡഗോഗിയിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതും മറ്റതും തമ്മിലുള്ള, മറ്റതെന്ന് പറഞ്ഞാൽ ഔപചാരിക വിദ്യാഭ്യാസവും തമ്മിലുള്ള ആത്യന്തികമായ വ്യത്യാസം എന്ന് പറയുന്നത് ഇത് കൂടുതൽ ഫ്ലെക്സിബിളാണ്, റിജിഡല്ല. കാലോചിതമായിട്ട് അവസരങ്ങൾക്കനുസരിച്ച്, സാഹചര്യങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കുറേയൊക്കെ ഫ്ലെക്സിബിൾ ആക്കാവുന്നതാണ്. അല്ലാതെ ഇന്ന പുസ്തകം പഠിക്കണം, ഇന്ന ഡാൻസ് ചെയ്യണം എന്നുള്ള നിർബന്ധത്തോടു കൂടി കൊണ്ടുപോകുന്ന ഒരു വിദ്യാഭ്യാസമല്ല ഇത് കുറേക്കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സംവിധാനമാണ്. അതോടൊപ്പം തന്നെ ഇത് കുറേക്കൂടെ വോളണ്ടറിയാണ്, കമ്പൽസറിയല്ല. കമ്പൽസറി വിദ്യാഭ്യാസമാണ് മറ്റത്. ഷേക്സ്പിയറിൻ്റെ ഇന്ന പുസ്തകം തന്നെ BA പഠിക്കുന്നവൻ പഠിച്ചിരിക്കണം. ഇക്കണോമിക്സിൻ്റെ ഇന്ന തിയറികൾ മാത്രം, ഞാൻ പഠിച്ച തിയറികൾ തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഇപ്പോഴും. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച തിയറികൾ, ആ തിയറികൾ തന്നെ പഠിക്കണം. അതെന്ത് സൗകര്യമെന്നറിയാമോ എനിക്ക്? അന്ന് രാവിലെ ഞാനൊക്കെ ഒരുമിച്ച് പഠിച്ച സമയം, ബാലചന്ദ്രൻ ഉണ്ട്, ഞങ്ങളെല്ലാം ഒരുമിച്ച് പഠിച്ച സമയം. ആ തിയറികൾ തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അന്ന് പഠിച്ച ബുക്കുകൾ തന്നെ മതി. അതാണ് നമ്മുടെ ഇത്. കമ്പൽസറിയാണ്, കൂടുതലായിട്ടൊന്നും പഠിക്കാൻ വേണ്ട. പണ്ട് ഞാൻ ആലോചിക്കുന്നുണ്ട്, ഞാനൊക്കെ എക്കണോമിക്സ് അധ്യാപകനാണ്. അപ്പം ഒരിക്കൽ ഒരു മീറ്റിങ്ങിന് ഞാൻ KN കാജിനെ വിളിച്ചുകൊണ്ട് പോയി. KN കാജ് സംസാരിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ കാജ് സാർ എന്നോട് പറഞ്ഞു, സാർ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു അധ്യാപകൻ്റെ അടുത്ത് ചോദിച്ചു, ഡിമാൻഡ് കർവ് എന്താണ് താഴേക്ക് പോകുന്നത്, വൈ ദ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ്, ഇതെന്തുകൊണ്ട് മുകളിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ സൈഡിലേക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചപ്പം അദ്ദേഹത്തിന് കിട്ടിയ മറുപടി, നീ മിണ്ടായിരിക്കല, ചില കർവുകളൊക്കെ ഇങ്ങനെയാണ് പോകുന്നത് എന്നാണ്. കാര്യം എന്നോട് പറഞ്ഞ കാര്യമാണ്. കാര്യത്തിനെ വിളിച്ചുകൊണ്ട് തിരിച്ചുകൊണ്ട് പോകുമ്പോൾ അതാണ് കമ്പൽസറിയാണ്. ആ അധ്യാപകൻ പറയുന്നത് പഠിക്കണം, പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് മാത്രം പഠിക്കണം, ചോദ്യം ചെയ്യാൻ പാടില്ല. അതാണ് ആ ഒരു റിജിഡിറ്റി ഇതിനകത്തുണ്ട്. നമുക്ക് ആ റിജിഡിറ്റി ഇല്ല, ഫ്ലെക്സിബിളാണ്, വോളണ്ടറിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിലാകാം, നിങ്ങൾക്കത് സ്വായത്തമാക്കാം, വോളണ്ടറിയാണ്. പിന്നീട് ഇതൊക്കെ പാർട്ടിസിപ്പേറ്ററി പ്രോസസ്സാണ്. പുസ്തകം വായിക്കുന്നു, പഠിക്കുന്നു, അധ്യാപകൻ്റെ അടുത്ത് ട്യൂഷന് പോകുന്നു, പരീക്ഷയുടെ തലേന്ന് ചെറിയ ചെറിയ തുണ്ട് കടലാസുകൾ എഴുതി പെൻസിലിൻ്റെ പോക്കറ്റിൽ വയ്ക്കുന്നു, കോളേജ് പരീക്ഷയ്ക്ക് പോയി, യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് പോയി, അത് നോക്കി എഴുതി കോപ്പി ചെയ്ത് ജയിക്കുന്നു എന്നുള്ള ഒരു സംവിധാനമല്ല ഇത്. മറിച്ച് ഇത് കുറെ കൂടെ പാർട്ടിസിപ്പേറ്ററിയാണ്. അപ്പം പങ്കാളിത്തത്തോടു കൂടിയുള്ള പ്രാക്ടിക്കൽ സ്കിൽ ഡെവലപ്മെന്റിന്, പ്രായോഗിക പരിശീലന തത്വങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു
വിദ്യാഭ്യാസ രീതി, പ്രാക്ടിക്കൽ സ്കില്ലിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇത് പരമ്പരാഗത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പുറത്ത് പ്രവർത്തിക്കുന്നു. പക്ഷെ പരമ്പരാഗത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആ സംവിധാനത്തിന് എതിരായിട്ടല്ല. ഇതൊരു അതിനോടുള്ള ഒരു കോംപ്ലിമെന്ററി ഫാക്ടറാണ്, അല്ലാതെ ഒരു കോമ്പറ്റേറ്റീവ് ഫാക്ടറാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കോളേജുകളും സ്കൂളുകളും അടച്ചു കൂട്ടണമെന്നോ വിദ്യാഭ്യാസം വെറും അനൗപചാരികമാക്കണമെന്നോ അല്ല നമ്മൾ പറയുന്നത്. മറിച്ച് ഔപചാരികതയുടെ തലത്തിൽ മാത്രമുള്ള വിദ്യാഭ്യാസത്തിൽ ഒരുപാട് പരിമിതികളുണ്ടെന്ന് കണ്ടുകൊണ്ട് ഇന്ന് ഒരുപാട് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ ദേശീയമായിട്ടും അന്തർദേശീയമായിട്ടും നടക്കുമ്പോൾ നമ്മൾ അനൗപചാരിക വിദ്യാഭ്യാസ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പുതിയ സമ്പ്രദായങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് വരുന്നു എന്നുള്ളതല്ലാതെ ഇത് സ്കൂൾ വിദ്യാഭ്യാസം പാടില്ലെന്നോ കോളേജ് വിദ്യാഭ്യാസം പാടില്ലെന്നോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ വോളണ്ടറി ആയിട്ടുള്ള ഒരു അനൗപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും അതിലേക്ക് ആളുകൾ കൂടുതൽ ആകൃഷ്ടരാകുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഔപചാരിക തലത്തിലുള്ള വിദ്യാഭ്യാസത്തിലെ പോരായ്മകളെ കണക്ട് ചെയ്യാനും പരോക്ഷമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഔപചാരിക തലത്തിലുള്ള വിദ്യാഭ്യാസത്തിന് ഒരുപാട് പോരായ്മകളുണ്ട്. നമ്മൾ പറയുന്നുണ്ട് വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് ഒരുപാട് പോരായ്മകളുണ്ടെന്ന്. ഈ സംവിധാനങ്ങളുടെ പോരായ്മകളെ കണക്ട് ചെയ്യാനായിട്ട് അതിന് നമ്മൾ വലിയ വലിയ സമരങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ മറ്റ് ലേഖനങ്ങൾ എഴുതുകയല്ല, മറിച്ച് ജനങ്ങളുടെ അഭിരുചികൾക്കനുസരിച്ച് കാലത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്കകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ജനങ്ങൾ നിർബന്ധിതരാകും, തയ്യാറാകും. അധികാരികൾ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നവർക്ക് നിർബന്ധിതരാകും. അപ്പം ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനകത്തും ശരിയായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുവാനും അതിനെ ഒരു നല്ല ദിശയിലേക്ക് നയിക്കുവാനും തീർച്ചയായിട്ടും അനൗപചാരിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ സാധിക്കും എന്നുള്ളതാണ്. പ്രാദേശിക തലത്തിലായാലും ദേശീയ തലത്തിലായാലും അന്തർദേശീയ തലത്തിലായാലും ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ മെച്ചപ്പെടുക, സാമൂഹ്യ സാമ്പത്തിക വളർച്ച നേടുക, ഇതൊക്കെ തന്നെയാണ് ആത്യന്തികമായിട്ട് അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ഇതിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു. ലൈഫ് സ്കില്ലിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, പ്രാദേശിക സ്കിൽ ഡെവലപ്മെൻറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ഫ്ലെക്സിബിളാണ്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് ആണ്. പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് എന്ന് പറഞ്ഞാൽ ശ്രീ ബാലചന്ദ്രനും എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് റോബർട്ട് ചാമ്പേഴ്സ്. ഒരിക്കലും പറഞ്ഞാൽ റോബർട്ട് ചാമ്പേഴ്സ് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അദ്ദേഹവുമായിട്ട് ഇടപെടാനുമുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ റോബർട്ട് ചാമ്പേഴ്സിൻ്റെ പുസ്തകങ്ങൾ എല്ലാം പാർട്ടിസിപ്പേറ്ററി റിസർച്ചിൻ്റെ, പങ്കാളിത്ത പഠനങ്ങളുടെ, നോൺ ഫോർമൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രതിധ്വനികളാണ്, അതിൻ്റെ ഔട്ട്പുട്ടാണ്, അല്ലാതെ വെറും ടെക്സ്റ്റ് ബുക്കുകളല്ല. റോബർട്ട് ചാമ്പേഴ്സ് ആണ് ഇന്ത്യയിൽ ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഈ പങ്കാളിത്ത ഗവേഷണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അദ്ദേഹം നടത്തിയ പങ്കാളിത്ത ഗവേഷണങ്ങളുടെ പഠനങ്ങളുടെ രീതിയാണ് ഇത്, ഈ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ. ഇതിനെ വെച്ചുകൊണ്ട് ഒരിക്കൽ ഞങ്ങൾ ഒരു പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എല്ലാ പലക്കും അറിയാമായിരിക്കും, നമ്മുടെ ടി എസ് എം പിള്ള സാർ, മരിച്ചുപോയ ടി എസ് എം പിള്ള സാർ സോഷ്യോളജിയിലെ പിള്ള സാർ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊരു പഠനം നടത്താം. ഒരിക്കൽ ഞങ്ങൾ പോയി യൂണിവേഴ്സിറ്റി ഓഫീസിലാണ് പോയത്, ഉള്ള കാര്യം പറയുന്നതല്ലോ. നമ്മൾ അവിടെ പോയി രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ യൂണിവേഴ്സിറ്റി ഓഫീസിൽ 2-3 ജോലിക്കാരെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. പാർട്ടിസിപ്പേറ്ററി റിസർച്ചാണ്. അവർക്ക് 10 മണിക്ക് വന്ന് 5 മണിക്ക് ഉച്ചയ്ക്ക് 1 മണിക്കൂർ ഇൻ്റർവ്യൂലുമാണ്. എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു എന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വന്നില്ല, ഞാൻ പോയി. ഞാൻ ഈ യൂണിവേഴ്സിറ്റി അധ്യാപകനെ ഇവിടെയൊക്കെ കയറി ഇറങ്ങി നടക്കുന്ന ആളായതുകൊണ്ട് അന്ന് ഞാൻ പോയി. അപ്പോൾ 10 മണിക്ക് വരുന്ന ആളുകൾ 10:30 മണിയാകുമ്പം വരുന്നു, ഉപ്പിടുന്നു. അത് കഴിഞ്ഞ് അടുത്ത മേശകളിൽ പോയി ശൃംഗരിക്കുന്നു, സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ചായ കുടിക്കാൻ പോകുന്നു. തിരിച്ച് 11 ചായ കുടിക്കാൻ പോയ 12 മണിക്ക് വരുന്നു. കൃത്യം 1 മണിയാകുമ്പോൾ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്, ആ ഊണ് കഴിക്കാനായിട്ട് പോകുന്നു. 2-2:30 വരുന്നു. 3:15 പുറത്തു പോകുന്നു. ഓരോ വനിതാ ജീവനക്കാരുടെയും മേശയുടെ കീഴിൽ ഒരു പൂച്ചക്കുഞ്ഞിരിക്കുന്നത് പോലെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന കുട്ടി ഇരിക്കുന്നു. 4:30 കുട്ടിയുമായിട്ട് വീട്ടിൽ പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ കൃത്യമായി വർക്ക് ചെയ്യുന്നത് 3 മണിക്കൂർ 3.5 മണിക്കൂറാണ് സീറ്റ് വയ്ക്കുന്നത്. വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 1-2 ദിവസം ഞങ്ങൾ 1-2 പേര് ചെയ്തതാണ്. അപ്പം ദാറ്റ് ഈസ് പാർട്ടിസിപ്പേറ്ററി റിസർച്ച്. ശരിയായ രീതിയിൽ വർക്ക് ഇത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ചെന്ന് പറയുന്നത് ഇപ്പോൾ അടി കിട്ടുന്ന സമയമാണ്. ഞാൻ പേപ്പർ വാല്യുവേഷനൊക്കെ അവിടെ ഇപ്പോഴും ഈ വയസ്സുകാലത്ത് പോകുന്നുണ്ട്. അവിടെ നിന്ന് ആരും പറയുന്നത് കൃഷ്ണകുമാർ ഇങ്ങനെ പറഞ്ഞത് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ സ്വന്തം ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സാറുമായിട്ട് ചേർന്ന് നടത്തിയ പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അപ്പോൾ ഇത് പാർട്ടിസിപ്പേറ്ററി റിസർച്ചാണ്. അത് ഞാൻ ഇത് പറയുന്ന ഒരു ഉദാഹരണമാണ്. അതല്ല റോബർട്ട് ചാമ്പേഴ്സ് ചെയ്തത്. ഗ്രാമപ്രദേശങ്ങളിൽ പാവപ്പെട്ടവരുടെയൊക്കെ കൂടെ പോയി താമസിച്ച് എന്താണ് ദാരിദ്ര്യം എന്ന് ഉള്ളത് വലിയ ദണ്ഡഗോപകങ്ങളിലിരിക്കുന്ന ദാരിദ്ര്യത്തെക്കുറിച്ച് ലേഖനം എഴുതുകയല്ല റോബർട്ട് ചാമ്പേഴ്സ് ചെയ്തത്. ദരിദ്രത്തിൻ്റെ കൂടെ താമസിച്ചാണ് അദ്ദേഹം പഠിച്ചത്.
അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ജനങ്ങളുടെ ദേശീയവും അന്തർദേശീയവും പ്രാദേശികവുമായ തലങ്ങളിൽ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ, ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുത്തുവാനും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുമാണ് നമ്മുടെ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്. ഇത് പഠിക്കുന്ന ആളുകളുടെ സഹകരണത്തോടു കൂടിയാണ്. അതായത് പഠിതാക്കളുടെ സഹകരണത്തിന്, അവരുടെ ആവശ്യത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലാതെ പഠിപ്പിക്കുന്നവനല്ല തീരുമാനിക്കുന്നത്. നീ എന്ത് പഠിക്കണമെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത്. പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനും തമ്മിലുള്ള ഒരു ധാരണയാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷനകത്ത് വയ്ക്കുന്നത്. ഇത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, അനൗപചാരിക വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് ഔപചാരിക വിദ്യാഭ്യാസത്തിനൊരു പ്രതിബന്ധമല്ല. സർട്ടിഫിക്കറ്റുകൾ നേടുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. അതിനതീതമായിട്ട് മറ്റൊരുപാട് ലക്ഷ്യങ്ങളോടുകൂടിയുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു വളരെ ബ്രോഡായിട്ടുള്ളൊരു കാര്യം. അതായത് ഒരു അനൗപചാരിക വിദ്യാഭ്യാസ വികസനത്തിൻ്റെ ആവശ്യകതയെ ഉൾക്കൊണ്ടുകൊണ്ട് സ്ഥാപിതമാകുന്ന ഒരു വിദ്യാഭ്യാസ അക്കാദമി, ഒരു എഡ്യൂക്കേഷൻ അക്കാദമിയാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ അക്കാദമി എന്ന് പറയുന്നത്. ഈ അക്കാദമി തീർച്ചയായിട്ടും കാൻഫഡിൻ്റെ ഒരു സഹോദര സ്ഥാപനം പോലെ തന്നെ പറയാവുന്നതാണ്. ഒരുപക്ഷെ കാൻഫഡ് എന്ന് പറയുന്നത് കുറെ കൂടി ഗ്രാസ് റൂട്ട് ലെവലിൽ പൊതുജനങ്ങളും സാധാരണക്കാരുമായിട്ട് ഇടപെട്ട് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള താഴേക്കലയിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ഹയർ ലെവൽ ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള ഒരു പെഡഗോഗി എന്തായിരിക്കണം. ഒന്ന്, ആ പെഡഗോഗി ഏതൊക്കെ രാജ്യങ്ങളിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് എവിടെയൊക്കെ അത് എക്സ്പെരിമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, എവിടെയൊക്കെ അത് നടപ്പാക്കിയെടുത്തുള്ള അതിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കി അത് ഡോക്യുമെന്റ് ചെയ്ത് അതിൻ്റെതായിട്ടുള്ള സാധ്യതകൾ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ സംവിധാനത്തിൻ്റെ ഒരു ഉദ്ദേശം. ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. അഡൽട്ട് എഡ്യൂക്കേഷൻ, യൂത്ത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ പ്രോഗ്രാംസ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സ്, ഹെൽത്ത് അവെയർനെസ് ക്യാമ്പയിൻ, ഇതെല്ലാം നമ്മുടെ അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. സെമിനാറുകളും സിമ്പോസിയങ്ങളും ഡിസ്കഷനുകളിലും ഒക്കെ നടത്തി നമുക്കിത് കൂടുതൽ ശക്തമാക്കാവുന്നതാണ്. അനന്തമായ സാധ്യതകളുള്ള മനുഷ്യൻ്റെ അറിവ് വർദ്ധിപ്പിക്കാനായിട്ട് ഉള്ള ഒരു വലിയ സംവിധാനമാണിത്. ഞാനിപ്പോൾ ഒരു കോളേജിൽ പോയി പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്നവനാണ്. ഞാൻ എത്ര വർഷമായെന്നോ അങ്ങനെ ചോദിച്ചോ? ഇല്ല, ഒരുപാട് വർഷങ്ങളായി, 45 വർഷമായി പഠിപ്പിക്കുന്നത്. പക്ഷെ വയസ്സ് 50 ആയുള്ളൂ. കഴിഞ്ഞ അതെ അപ്പം ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ഞാൻ പഠിപ്പിക്കുന്നത്, ഞാൻ പുസ്തകം വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിപ്പിക്കുന്നതും ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ 10 പേരിങ്ങനെ ചർച്ച ചെയ്ത് പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പുസ്തകത്തിലെ ആശയങ്ങൾ മാത്രമാണ് ഞാൻ പുസ്തകം വായിച്ച് മാത്രം പഠിപ്പിക്കുമ്പോൾ കിട്ടുന്നത്. മറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഓരോരുത്തരും നിൽക്കുന്ന പുതിയ ആശയങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളെക്കുറിച്ചുള്ള ഒരു അന്വേഷണം ആണ് ഈ വിദ്യാഭ്യാസ സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു അക്കാഡമിയാണിത്. ഈ അക്കാഡമിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ആദ്യം നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ ആരംഭിക്കുക, ഇത് നടത്താൻ മെച്ചപ്പെട്ട ആളുകളെ കണ്ടെത്തുക, അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ നൽകുക. അതോടൊപ്പം തന്നെ എല്ലാ ഉദ്ദേശങ്ങളും പറയുന്നില്ല, പീപ്പിൾസ് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കുക. ആ പീപ്പിൾസ് യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളെ, ജനകീയ യൂണിവേഴ്സിറ്റികൾ അതിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ, ഞാൻ പറഞ്ഞല്ലോ, ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ഇത് നടത്തുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും പഠിക്കണമെന്ന്, നമുക്ക് അനുയോജ്യമായിട്ടുള്ള പഠന രീതികൾ ഇവോൾവ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ഉദ്ദേശങ്ങളാണ്. ഈ സദുദ്ദേശങ്ങളോടുകൂടി പ്രവർത്തിക്കാൻ ആരംഭിക്കുന്ന ഈ അക്കാഡമിയുടെ ചുമതല ഇപ്പോൾ ഞാനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ അക്കാഡമി സക്സസ്ഫുൾ ആയിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ കാൻഫിഡുമായിട്ട് വന്നിരിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, സാമൂഹ്യ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും സഹായവും സ്നേഹവും അനുഗ്രഹവും ആവശ്യമാണ്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മിയാവാക്കി വനങ്ങളെ പറ്റി സംസാരിക്കുന്ന നേച്ചർ ക്ലബ് വേൾഡ് വൈഡിൻ്റെ പ്രോഗ്രാം ഡയറക്ടർ ശ്രീമതി ബിന്ദു രാജേന്ദ്രൻ. എല്ലാവർക്കും നമസ്കാരം. 2 മിനിറ്റ് സത്യത്തിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, കാരണം എല്ലാവരും വിശന്നിരിക്കുന്ന കാരണം. എങ്കിലും വേദിയിലും സദസ്സിലും ഇല്ല, സാറ് പറഞ്ഞ വിശപ്പ് ഇതുമായിട്ട് ബന്ധമില്ല. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ആദ്യമായി നമസ്കാരം.
എന്നെ വിനോബ നികേതൻ പ്രസിഡൻ്റായിട്ടാണ് ഇവിടെ എന്നെ സ്വാഗതം ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാതെ പറ്റില്ല. ഒരു വലിയ ആശയം ഇന്നൊരു പ്രസ്ഥാനമായി നിൽക്കുന്നതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളവരാണ് നിങ്ങളെല്ലാവരും. അതുപോലെ തന്നെ ഒരു ആശയം, ഒരു മഹത് ആശയം ഇന്നൊരു പ്രസ്ഥാനമായതാണ് വിനോബ നികേതൻ. ഭൂദാൻ എന്നിവിടെ ഒരു സാറ് പറയുന്നുണ്ടായിരുന്നു. ഭൂദാൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി വിനോബ ഭാവയുടെ കൂടെ ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മീയ പുത്രി എന്ന വിശേഷണം നേടിയ പരിവ്രാജക AK രാജമ്മ എന്ന മലയാളിയായ വനിത സ്ഥാപിച്ച സ്ഥാപനമാണ് തിരുവനന്തപുരം തൊളിക്കോട് വിദൂര ഭാഗത്താണിത് സ്ഥിതി ചെയ്യുന്നത്. ഒരു സ്ത്രീ സംഘടനയാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നടന്നു വരുന്നു. അമ്മ 99ാമത്തെ വയസ്സിൽ കഴിഞ്ഞ വർഷം നമ്മളെ വിട്ടുപിരിഞ്ഞു. ചെറിയ അതിൻ്റേതായ അമ്മയില്ലാത്തതിൻ്റെ ചെറിയ പരം നമ്മളെല്ലാവരും ചേർന്ന് അതിനെ മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് ഉള്ള ശ്രമത്തിലാണ്. സാധാരണ എല്ലാവരും പറയുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള പുരുഷന്മാരുടെ പുറകിൽ സ്ത്രീകളാണ്. ഇവിടെ തിരിച്ച് സ്ത്രീകളായ ഞങ്ങളുടെ സക്സസ്സിന് പുറകിൽ വളരെ ശക്തമായ പുരുഷ പിന്തുണയുണ്ട്. അതിൽ അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ നമ്മുടെ BS ബാലചന്ദ്രൻ സാർ തന്നെയാണ്. അതിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശ്രീ ബാബുരാജ് സാറും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് എനിക്ക് വിനോബ നികേതനെ കുറിച്ച് പറയാൻ. ഇപ്പോൾ എന്നിൽ പറഞ്ഞിരിക്കുന്ന വിഷയം നേച്ചർ ക്ലബ് വേൾഡ് വൈഡുമായിട്ട് ബന്ധപ്പെട്ട് മിയാവാക്കി വനങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ്. മിയാവാക്കി ഒരുപാട് ദീർഘിപ്പിച്ചൊന്നും സംസാരിക്കുന്നില്ല. എല്ലാവരുടെയും ബാഗിൽ ഇതുപോലൊരു ബുക്ക്ലെറ്റ് മിയാവാക്കി വനങ്ങളെക്കുറിച്ച് വെച്ചിട്ടുണ്ട്. പരിസ്ഥിതി സംബന്ധമായി ജാപ്പനീസ് ബൊട്ടാനിസ്റ്റായ അക്കിര മിയാവാക്കി രൂപകൽപ്പന ചെയ്ത ഒരു സ്വാഭാവിക വനം രൂപീകരിക്കുന്ന ഒരു രീതിയാണിത്. ഈ സ്വാഭാവിക വനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വലിയൊരു പ്രദേശമുണ്ട്. പക്ഷേ ഇത് വളരെ ചെറിയ തരത്തിലും നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരോഗമനത്തിന് റിസോഴ്സ് എപ്പോഴും നമ്മൾ നേച്ചറിൽ നിന്നാണ് എടുത്തെടുത്ത് മനുഷ്യന് തന്നെ വിപത്താവുന്ന രീതിയിൽ റിസോഴ്സസ് എടുത്തു കഴിഞ്ഞു എന്ന ബോധ്യം വന്നപ്പോഴാണ് തിരിച്ച് നമുക്ക് എന്തെങ്കിലും അതിനെ റിവേഴ്സ് ചെയ്യണം എന്നുള്ളൊരു ബോധ്യം വന്നത്. അതിൽ നിന്നും ആണ് ഈ ഒരു ആശയം നമുക്ക് പ്രചരിപ്പിക്കണമെന്ന് നേച്ചർ ക്ലബ് വേൾഡ് വൈഡ് എന്ന ഒരു അന്താരാഷ്ട്ര പ്രസ്ഥാനത്തിന് തോന്നിയിട്ടുള്ളത്. ഈ വനം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏറ്റവും ചെറിയ രീതിയിൽ പറയുവാണെങ്കിൽ ഒരു ബെഡ്റൂം ഒരു 100 സ്ക്വയർ ഫീറ്റിൻ്റെ വലിപ്പത്തിൽ വരെ നമ്മൾക്ക് സൃഷ്ടിക്കാവുന്നതാണ്. ഒരു 3 മീറ്റർ ഒരു 3x3 മീറ്ററിൻ്റെ ഒരു സ്ക്വയർ, ഈ 100 ഫീറ്റാണ്, 100 ഇതിലാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ ഒരു 3x3 ഒരു സ്ക്വയറിൽ 4 വശങ്ങളിലും നടുക്കും കൂടി ചെടി നട്ടുകൊണ്ടാണ് ഈ വനം ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കും ഇത്രയും ഇടതൂർന്ന അടുത്തടുത്ത് എങ്ങനെ മരങ്ങൾ ഉണ്ടാകുന്നു. എല്ലാ മരങ്ങളല്ല, എല്ലാ തരത്തിലുള്ള ചെടികളും വലിപ്പം അനുസരിച്ച് മരം, ട്രീ, ഷ്രബ്, ഹെർബ്, പിന്നെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള അങ്ങനെയാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ഒരു 2 വർഷത്തെ പരിപാലനമാണ് ആക്ച്വലി ഇതിനാവശ്യം. അത് കഴിയുമ്പോൾ സ്വാഭാവികമായി തന്നെ വനമായി ഇത് മാറുകയാണ്. അപ്പോൾ ഇത് ശരിക്കും അങ്ങനെ ഒരു വനം കൊണ്ട് നമ്മൾക്ക് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ ബയോഡൈവേഴ്സിറ്റി നമ്മൾ തിരിച്ചു കൊണ്ടുവരികയാണ്. കാരണം ഡൈവേഴ്സ് ആയിട്ടുള്ള ചെടികളാണ് നമ്മൾ നടുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ അതിൻ്റെ ലെവലും വ്യത്യാസം വരും. വായു മലിനീകരണം, വെള്ളം, ഇതെല്ലാം നമുക്ക് തിരിച്ച് സുലഭമാക്കി കൊണ്ടുവരാനുള്ളൊരു സംവിധാനം കൂടിയാണ് മിയാവാക്കി വനങ്ങൾ. ഇത് എവിടെ ആകാമെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ പ്രദേശത്താകാം. ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥലങ്ങളിൽ, നിങ്ങളെല്ലാം വിവിധ ജില്ലകളിൽ നിന്ന് വരുന്നതാണ്, അവിടെയുള്ള സ്ഥലങ്ങളിൽ പൊതു സ്ഥലങ്ങൾ നിങ്ങൾക്ക് അതിനുവേണ്ടി സന്ദർശിക്കാം. സ്കൂളുകൾ, കോളേജുകൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ, ഇപ്പോൾ ഫ്ലാറ്റ്, ഇവിടെയെല്ലാം നമ്മൾക്ക് ഈ സംവിധാനം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് നിങ്ങൾ എല്ലാവരും മുൻകൈ എടുക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു അഭ്യർത്ഥന. ഇപ്പോൾ നമ്മൾ ജൂൺ 5 എൻവയോൺമെൻറ്റ് ഡേക്ക് കുറച്ച് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നമ്മൾ വെസ്റ്റേൺ ഗാർഡ്സ് രക്ഷാ പുരസ്കാർ നൽകിയിരുന്നു. ആ സമയത്ത് മിയാവാക്കി വനങ്ങളുടെ പ്രചാരണാർത്ഥം നമ്മളതിൻ്റെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ കാണിച്ചതിൻ്റെ ഭാഗമായി ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഗോകുലം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ നമ്മളെ തിരിച്ചു വിളിച്ചിട്ട് അവരുടെ ആ വളപ്പിൽ, അവർക്ക് ഹോസ്പിറ്റലിൻ്റെ വളപ്പിൽ ഒരു വനം സൃഷ്ടിക്കാനുള്ള സംവിധാനം ചെയ്യണം എന്ന് പറഞ്ഞു. ഒരു വനമെങ്കിലും ചെയ്യാനായെങ്കിൽ അതൊരു സന്തോഷമാണ് ഞാൻ ഇവിടെ പങ്കിടുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും പേരും ചേർന്ന് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ നമുക്ക് കേരളത്തോടും നേച്ചറിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നല്ല കാര്യം. അതിനോടൊപ്പം അനൗപചാരിക വിദ്യാഭ്യാസവുമായിട്ട് ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ എക്സ്പേർട്സിനെ കൊടുത്തോ പുറത്ത് പൈസ കൊടുത്തോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു കമ്മ്യൂണിറ്റി പ്രോസസ്സാണ്. അവിടെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ നമ്മൾ കൂട്ടി, മുതിർന്നവരെയും കുഞ്ഞുങ്ങളെയും എല്ലാം ചേർത്ത് ക്ലബ്സ് രൂപീകരിച്ച് അതിലൂടെ ഇത് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇന്നത്തെ കുഞ്ഞുങ്ങൾ പലപ്പോഴും അവരുടെ സമയം അവർ ചെലവഴിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ
അത്തരം കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് അവർക്ക് പറ്റാത്ത പല ഇതിലേട്ടും പോകുമ്പോൾ എന്താണ് ഇപ്പം ഞാൻ പറയേണ്ട, മദ്യം, മയക്കുമരുന്ന്, പിന്നെ ചില ആത്മഹത്യ എന്ന വക്ക് വരെ എത്തി നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങളെ അവരുടെ ബുദ്ധി തിരിച്ചുവിടാനുള്ളൊരു മാർഗം കൂടിയായിട്ട് നമ്മൾക്കിത് ഒരുമിച്ച് സ്വീകരിക്കാം. നേച്ചറും നമ്മൾക്ക് ഒരുമിച്ച് കൈകോർത്ത് അവരെയും കൂടി ഈ കമ്മ്യൂണിറ്റി ഇതിൻ്റെ പാർട്ടാക്കി കഴിഞ്ഞാൽ ഇതൊരു വിദ്യാഭ്യാസം തന്നെയാണ്. ഓരോ ചെടിക്കും നമുക്ക് അതിൻ്റെ നെയിം ബോർഡും കാര്യങ്ങളും വെച്ച് ആൾക്കാർക്ക് വന്നിരുന്ന് സൗജന്യമായി ഇരുന്ന് നിൽക്കാനുള്ള പാർക്ക് സംവിധാനം വരെ ഉണ്ടാക്കാനുള്ളൊരു മാർഗം കൂടിയായിട്ട് മിയാവാക്കി മാറ്റാവുന്നതാണ്. എല്ലാവരും ഈ ബുക്ക്ലെറ്റ് ഒന്ന് നന്നായി പരിശോധിച്ച് എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും തിരിച്ച് ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം. എല്ലാവരുടെയും ബാഗിലുണ്ട്. നേച്ചർ ക്ലബ് വേൾഡ് വൈഡ് എന്ന അന്താരാഷ്ട്ര സംഘടന, അതിൻ്റെ പ്രചാരകരായിട്ട് നിങ്ങൾ മാറണം എന്നുകൂടിയുണ്ട്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ടീഷർട്ടും അതുപോലെ ഇത്തവണത്തെ നമ്മുടെ ഇതായ മിയാവാക്കി വനങ്ങളുടെ കുറിച്ചുള്ള ഇതും നിങ്ങളുടെ ആ ബാഗിനുള്ളിൽ വെച്ചിട്ടുണ്ട്. നന്ദി, നമസ്കാരം. ക്ലബ്സ് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പ്രചാരണത്തിന് നിങ്ങളത് ഉപയോഗിക്കും. ഞങ്ങളുടെ അടുത്തുണ്ട്. ഇതാണ് നമ്മൾ ഫണ്ട് ജനറേഷൻ ഓപ്ഷൻ എന്ന് പറയുന്നത്. പൈസ പിരിക്കലല്ല, ഇങ്ങനെയുള്ള സംവിധാനങ്ങളാണ്. അത് നിങ്ങളത് അതിന് പ്രോത്സാഹിപ്പിക്കണം. നന്ദി, നമസ്കാരം. ഇത്രയും നന്ദി പറയുന്നതിനായി സെക്രട്ടറി മഞ്ജുശ്രീ എന്നെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ക്യാൻഫെഡിൻ്റെ പുതിയ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചയാണ്, അവതരണവും ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ ചടങ്ങിന് അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചത് ക്യാൻഫെഡിൻ്റെ സെക്രട്ടറി ജയ ശ്രീകുമാറാണ്. മാഡത്തിന് ക്യാൻഫെഡിൻ്റെ ഈ ചടങ്ങിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പുതിയ പദ്ധതിയെക്കുറിച്ച് അവതരണം നടത്തിയത് വേൾഡ് സ്കിൽ കൗൺസിൽ ഡയറക്ടർ ജനറൽ SAG മോയ്സൺ, സോളാർ മിഷൻ ഡയറക്ടർ BS ഗോകുമാർ സാർ, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ അക്കാദമി ഡയറക്ടർ P കൃഷ്ണകുമാർ സാർ, വിനോബ നികേതൻ പ്രസിഡന്റ് ബിന്ദു രാജേന്ദ്രൻ. അവർക്കും ഈ ചടങ്ങിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചത് ക്യാൻഫെഡിൻ്റെ തന്നെ പബ്ലിക്കേഷൻ സെക്രട്ടറി ഗീത രമേശ് മാഡാണ്. മാഡത്തിനും ഈ ചടങ്ങിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ക്യാൻഫെഡ് പ്രവർത്തകർക്കും ഈ ചടങ്ങിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് സംഘടനാ സമ്മേളനമാണ്. ഈ ചടങ്ങിൽ എല്ലാ ജില്ലകളുടെയും റെപ്രസെൻറ്റേറ്റീവ്സ് സംസാരിക്കുന്ന ഒരു ചടങ്ങാണ്. ഇതിന് അധ്യക്ഷം വഹിക്കുന്ന ഡോക്ടർ MR തമ്പാൻ സാറാണ്. ഇതിന് സ്വാഗതം ആശംസിക്കുന്നത് ശ്രീമതി NK ജയ, ഡയറക്ടർ ക്യാൻഫെഡ്. വേദിയിലേക്ക് കടന്നിരിക്കണം. സാമൂഹ്യ രംഗത്തുള്ള പ്രവർത്തനം എല്ലാം ആൾക്കാർക്കെല്ലാം ഒരു ഭൂഷണമാക്കി മാറ്റിയിരിക്കുന്നു. സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് തീരെ കുറവായിരിക്കുന്നു. ഗ്രന്ഥശാല പ്രസ്ഥാനമെല്ലാം ബുക്കിൽ എഴുതി വയ്ക്കുന്ന പരിപാടിയായി മാറി. അതൊക്കെ മാറണം. പണ്ടാണെങ്കിലോ ഗ്രാമത്തിൽ സംഘടനകളുണ്ടാകും, വായനശാല ഉണ്ടാകും, സാംസ്കാരിക കേന്ദ്രങ്ങളുണ്ടാകും. ഇതാണെങ്കിലോ എല്ലാം വൈകുന്നേരം ഒന്നിച്ച് പൈസ ഇട്ട് വെള്ളപിടിക്കുന്ന പരിപാടിയാണ്. അത് മാറി. അതിനൊരു മാറ്റം കുറിക്കണം. നമ്മൾ സംഘടനകൾ ഉണ്ടാക്കണം. ഗ്രാമാന്തരങ്ങൾ. പണ്ട് ഓണത്തിന്, ഓണാഘോഷത്തിന് ഗ്രാമം തോറും സിദ്ധാർത്ഥ എന്നൊരു പയ്യനെ കോളേജിൽ അവരുടെ എറണാകുളത്ത് പയ്യനെ തിരിച്ചു വിളിച്ചു. അവിടെ വെറ്റിനറി സർവകലാശാലയിൽ പഠിക്കുന്ന കുഞ്ഞിനെ തിരിച്ചു വിളിച്ച് അവിടെ ഇട്ട് അടിച്ചു കൊന്നു. എന്തൊരു കഷ്ടം. ഇതിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഗ്രാമത്തിൽ നല്ല സംഘടന ഉണ്ടാകണം. നല്ല സംഘടനാ പ്രവർത്തകർ ഉണ്ടാകണം. പണിക്കർ സാറിനെ പോലെയും PT പണിക്കർ സാറിനെ പോലെയും അവരുടെ പാത പിന്തുടർന്ന് നമുക്ക് മുന്നേറാം. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചുകൂടാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി സംസാരിക്കുന്നത് ശ്രീ എം രാജൻ, അഡ്വക്കേറ്റ് M രാജനാണ്. അതിനു മുമ്പ് ഒരു വിനയപൂർവ്വം ഒരു കാര്യമൊന്ന് പറഞ്ഞോട്ടെ. ജില്ലാ പ്രതിനിധികൾ സംസാരിക്കുമ്പോൾ കം ടു ദ പോയിന്റ് സ്ട്രെയിറ്റ്ലി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആമുഖമായിട്ട് ഇവിടെ എല്ലാവരും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ സംഘടനയെക്കുറിച്ചും ഈ പ്രസ്ഥാനത്തിനെക്കുറിച്ചും സംസാരിച്ചതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ഒന്ന് അഭ്യർത്ഥിക്കുന്നത്. കാരണം സമയക്കുറവുണ്ട്. ശ്രീ രാജൻ സാറിനെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ ബഹുജനങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ഏഴും, പണിക്കർ സാറിനോടൊപ്പം ഒരുപാട് വർഷക്കാലം AC ഷൺമുഖദാസ്, KP കുട്ടിക്കൃഷ്ണൻ നായർ,
ടി ദേവിയടത്തി, അഡ്വക്കേറ്റ് ശങ്കരൻ, സി എച്ച് ഹരിദാസ് തുടങ്ങിയിരിക്കുന്ന ആളുകൾ, അവരെ കൂടെ എഴോമുക്കന്ന് ഞങ്ങളെ കൂടെ ചെറുപ്പക്കാരനായിട്ട് ഇങ്ങനെ വന്നിട്ടുള്ളത്, അവരെ കൂടെ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഒരുപാട് പുസ്തകങ്ങളുമായി പഴയ ടെമ്പോ വാനിൽ വരുന്ന അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ പുസ്തകങ്ങളുമായിട്ട് പോയിട്ടുള്ളത്. ഇന്നത്തെ മാതിരി യാതൊരു പറയാം അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ സാധിച്ചു. അന്ന് ഒരുപാട് കാൻഫെഡ് അധ്യാപകന്മാരുണ്ടായിരുന്നു. ഇന്ന് കാൻഫെഡ് അധ്യാപകന്മാരൊന്നുമില്ല. ഇന്നലെ ഞാൻ ഈ ചടങ്ങിന് വരുന്ന സമയത്ത് പല ആളും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കാൻഫെഡ് അധ്യാപകനായിരുന്നു എന്ന്. ഞാൻ ആ പോയിന്റിലേക്ക് തന്നെ വീണ്ടും കിടക്കുകയാണ്. ആ പഴയകാല കാൻഫെഡ് അധ്യാപകരെ വിളിച്ചു ചേർത്തുകൊണ്ട് കാൻഫെഡിൻ്റെ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യതമാക്കണം. വായനാ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട്ടെ കാരപ്പറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ അന്ന് DD ചോദിച്ചു, എത്രയാൾ ഇന്ന് പത്രം വായിച്ചിട്ടുണ്ടെന്ന് കുട്ടികളോട്. ഒരാൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ. അപ്പം എനിക്ക് മുമ്പേ സംസാരിച്ച ആ ആളിനോട് പറയുകയാണ്, നമുക്കിനി വായനാശീലം വളർത്താൻ വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ നമുക്ക് ഒരുപാട് ചിന്തിക്കണം. ഏതായാലും പണിക്കർ സാറിൻ്റെ കൂടെ നടന്ന് പ്രവർത്തിച്ച് പരിചയമുള്ള എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ സമ്മേളനത്തിന് വന്നത്. വളരെ നല്ല സമ്മേളനമായിരുന്നു. മിസ്റ്റർ ബാലചന്ദ്രൻ ചെയർമാൻ താല്പര്യമെടുത്തിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഏതായാലും ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, 5 മിനിറ്റ് മാത്രമേ സമയം തന്നിട്ടുള്ളൂ. സാറിനോട് പറയുന്നത്, ഭാരത് മാതാ കി ജയ് വിളിച്ചിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആദ്യം. വന്ദേ ഭാരതൊക്കെ പറഞ്ഞിട്ടുള്ളൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അവരൊന്നും മറന്നിട്ടില്ല എന്ന് സാറിനോട് പറയുകയാണ്. ഞങ്ങളൊക്കെ അതിൻ്റെ ആളുകളാണ്. ഞാൻ കോഴിക്കോട് DCCയുടെ വൈസ് പ്രസിഡൻ്റാണ്, INDCയുടെ സംസ്ഥാന ഭാരവാഹി കൂടിയാണ്. ഒട്ടുമിക്ക മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. കാൻഫെഡിൻ്റെ പണിക്കർ സാറിൻ്റെ കൂടെ ഉള്ളത്, പണിക്കർ സാറിൻ്റെ ആ തുടങ്ങി വെച്ച പ്രസ്ഥാനത്തിൻ്റെ അതിലൂടെ മുന്നോട്ട് പോകാൻ എനിക്കധികം സന്തോഷമുണ്ട്. ഞാൻ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. അടുത്തായിട്ട് സംസാരിക്കാനായി ശ്രീ PS നാരായണൻ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ തന്നെ ഈ പരിപാടി പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും പാലക്കാട് ജില്ലയുടെ പേരിൽ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ നമുക്ക് പാർക്കാൻ നല്ല കേരളം എന്ന പദ്ധതി അനുവദിക്കപ്പെട്ട സംസ്ഥാന സമിതിക്ക്, കമ്മിറ്റിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. വിദ്യാഭ്യാസവും വികസനവും എന്ന ലക്ഷ്യമാണ് PN പണിക്കർ സാറുടെ ആശയം. ആ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ സർക്കാരിനെ സഹായിക്കാം എന്ന പദ്ധതിയുടെ ഭാഗമായി പണിക്കർ സാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അനുവർത്തിച്ചതിൻ്റെ മറ്റൊരു പതിപ്പാണ് നമുക്ക് പാർക്കാൻ നല്ല കേരളം എന്ന ആശയം ഇവിടെ കാൻഫെഡ് സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയത്. ആ തയ്യാറാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ജില്ലയിൽ ജലസാക്ഷരത എന്ന പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് അവിടുത്തെ പല ജനപ്രതിനിധികളോടും ബ്ലോക്ക് പഞ്ചായത്തിനോടും അവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ള ആളുകളെല്ലാം ജലസാക്ഷരതാ പ്രവർത്തനം ഊർജ്ജപ്പെടുത്തുന്നതിന് വേണ്ടി സംസാരിച്ചപ്പോൾ അവരെല്ലാം മടി കാണിച്ച് പിന്മാറുന്ന ഒരവസ്ഥയുണ്ടായ സമയത്താണ് അവർ കാൻഫെഡിൻ്റെ നമുക്ക് പാർക്കാൻ നല്ല കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി അതിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ എന്നെ വിളിക്കുകയും ഞാൻ ആ പരിപാടിയിൽ ഏറ്റെടുത്തു. ആ പരിപാടി ഏറ്റെടുത്തതിൽ ഏറ്റവും കൂടുതൽ പ്രതിബന്ധം നേരിട്ടത് സാമ്പത്തികമായ ഇടപാടുകളാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് പാർക്കാൻ നല്ല കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ സ്വയം ഏറ്റെടുത്ത് പ്രവർത്തിക്കുക എന്നുള്ളത്. അങ്ങനെ സ്വയം ഏറ്റെടുത്ത് സാമ്പത്തിക കാര്യങ്ങളിൽ കാൻഫെഡ് ഏറ്റെടുത്തുകൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കി 50% സബ്സിഡിയോടുകൂടി ആ പദ്ധതി നടപ്പിലാക്കി വിജയിക്കാൻ കഴിഞ്ഞു. പിന്നീട് അത് സർക്കാരിലേക്ക് എത്തിയപ്പോൾ സർക്കാർ സംവിധാനത്തിൽ ആരാണോ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അവർക്ക് 6000 രൂപ സബ്സിഡി കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് രൂപം നൽകുകയും
ജലസാക്ഷരത റീചാർജിന് അനുമതി നൽകുകയും 20,000 കിണറുകൾക്കുള്ള 6,000 രൂപ സബ്സിഡി സംവിധാനത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇതാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായി നിലനിൽക്കുന്നത്. മറ്റൊന്ന് LRP ജൈവ കൃഷി സാമ്പത്തികമാക്കുക എന്നുള്ളതിൽ കാൻഫെഡിന്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിലും നമുക്ക് പേർക്ക് നല്ല കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി ആ ചെയർമാൻ എന്നുള്ള നിലയിൽ എന്നെ LRP എന്ന നിലയിൽ പ്രാവർത്തികമാക്കി ജൈവ കൃഷി പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി അവിടെയും നമ്മൾ കാൻഫെഡിനെ കോഴമന്നം ബ്ലോക്കിലും അതുപോലെ മറ്റു പല ഭാഗങ്ങളിലേക്കും LRP എന്ന നിലയിൽ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സ്കില്ലിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ പ്രവർത്തനത്തിന്റെ ഭാഗമായി തൊഴിൽ പരിശീലന പരിപാടിക്ക് വേണ്ടി പ്രിന്റിംഗ് പ്രസ് കോഴ്സ് 6 മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ 3 മാസത്തെ കോഴ്സ് നടത്തുന്നതിന് വേണ്ടി കാൻഫെഡ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ കിട്ടിയ സ്കില്ലിന്റെ ഭാഗമായി അത് കാൻഫെഡ് സംസ്ഥാന കമ്മിറ്റി നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പേർക്ക് നല്ല കേരളത്തിലൂടെ ആ പദ്ധതി എനിക്ക് നടപ്പിലാക്കാൻ കഴിയും എന്ന് ഉള്ള ഉറപ്പ് കൂടി തരികയാണ്. കാരണം സംസ്ഥാന കമ്മിറ്റി എനിക്ക് സപ്പോർട്ട് ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. അതുപോലെ തന്നെ ടൂറിസത്തിന്റെ ഭാഗമായി റെസ്പോൺസിബിൾ ടൂറിസം പഞ്ചായത്ത് നമ്മൾ പല ഭാഗങ്ങളിലും പഞ്ചായത്തിനെ കുറിച്ച് ടൂറിസം വഹിക്കുമ്പോൾ അവനവന്റെ പഞ്ചായത്തിലുള്ള അതിന്റെ ഒരു നിർദ്ദേശങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അത് എങ്ങനെ പ്രാവർത്തികമാക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ചർച്ച കൂടി നടത്തുന്നുണ്ട്. പിന്നീട് കാൻഫെഡിന്റെ 3 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കാരണം അന്നത്തെ ഒരു കാലഘട്ടത്തിൽ പണിക്കർ സാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തൊഴിൽ ഉപേക്ഷിക്കപ്പെട്ട പ്രവർത്തകരുണ്ട്. അതേസമയം തൊഴിൽ കിട്ടിയിട്ടും വേണ്ട എന്ന് പറഞ്ഞിട്ടും പോയ പ്രവർത്തകരുണ്ട്. അതിലൊന്ന് നമ്മുടെ ചന്താമലക്ഷന്റെ നേതൃത്വത്തിൽ അന്ന് അദ്ദേഹം തൊഴിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ടീം വർക്കുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് നമ്മുടെ ഇവിടെയുള്ള രാജേഷ്. ആർക്കും വേണ്ട എന്ന് പറയുന്ന കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ട് 1.5 ഏക്കർ സ്ഥലവും അതോടൊപ്പം തന്നെ അതിനുള്ള ബിൽഡിങ്ങും 35ഓളം 40ഓളം ഭിന്നശേഷി കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തകനാണ് നമ്മുടെ കാൻഫെഡിന്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു. അതോടൊപ്പം തന്നെ പുതുശ്ശേരി ശ്രീനിവാസൻ അദ്ദേഹം തൊഴിലിന് ജോലി കിട്ടിയപ്പോൾ നീ ജോലിക്കൊന്നും പോണ്ട, നീ പ്രവർത്തന മേഖലകളിലേക്ക് മാറണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് അദ്ദേഹം ഗാന്ധി ആശ്രമം അവിടെ തുടങ്ങി. അതും പണിക്കർ സാറുടെ ഉപദേശം അനുസരിച്ചാണ്. അതുപോലെ രവി എന്ന് പറയുന്ന 500ഓളം വരുന്ന കുട്ടികളെ പല രോഗങ്ങളോട് നഷ്ടപ്പെട്ട് അവർക്ക് സംരക്ഷിക്കുന്നതിന് കരുണ്യാദീപം പ്രവർത്തനത്തിൽ കാൻഫെഡ് അന്ന് 50 പുസ്തകം തന്നപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ 20 കുട്ടികൾക്ക് 1000 രൂപ വെച്ചിട്ടുള്ള പുസ്തക പഠന കിറ്റുകൾ നമുക്ക് നൽകാൻ കഴിഞ്ഞു. അതെല്ലാം സ്പോൺസർ വഴി കാൻഫെഡിന്റെ പേരിലേക്ക് ജനങ്ങൾ തരാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ് ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൽ ആദിവാസി മേഖലകളിൽ ഞങ്ങൾ പ്രവർത്തിക്കാനുള്ള ഒരു നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. സാമ്പത്തിക സാക്ഷരത എന്ന് പറയുന്നത് SBI ബാങ്കുമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം എന്നുള്ള ഒരു അപേക്ഷയുണ്ട്. പക്ഷേ ഇതിനേക്കാൾ എനിക്ക് ഉപരി കാൻഫെഡ് സംസ്ഥാന കമ്മിറ്റിയോടാണ്. പാലക്കാട് കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റി നിശ്ചലമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് ഞാനും ചന്താമലക്ഷൻ ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റിയിൽ പല പ്രാവശ്യം കാൻഫെഡ് ഓഫീസിൽ വന്ന് എങ്ങനെ ഡെവലപ്മെന്റ് ചെയ്യണം എന്ന നിർദ്ദേശത്തിൽ ബാലേന്ദ്ര സാർ എക്കാലത്തും വിളിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഓരോ ഘട്ടങ്ങളിലും വിളിക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് 2 പേപ്പറുകളാണ് നമുക്ക് ആവശ്യമായി കിട്ടേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ ഒരു പേപ്പർ കൊടുത്തപ്പോൾ ഒന്നുകൂടി നമുക്ക് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞു. അവസാനം ഒരു ഓർഡർ കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ ആ ഓർഡറിൽ ചന്താമലക്ഷൻ ഞാനും കൂടി ആലോചിച്ച് ആ ഓർഡർ കോപ്പി സംസ്ഥാന കമ്മിറ്റിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊടുത്തത് കൊണ്ട് അവസാനം നമുക്കിത് പ്രാവർത്തികമാക്കാൻ കഴിയും എന്ന് പറഞ്ഞു. അത് പണിക്കർ സാറുടെ പ്രസ്ഥാനത്തിൽ നമുക്ക് കേരളത്തിലെ എല്ലാ കാൻഫെഡിന്റെ പ്രവർത്തകർക്കും ഉത്തേജനമാകുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ എൻ്റെ പേര് നോട്ടീസിൽ വിട്ടുപോയതിന് പല കാരണങ്ങളുണ്ടെങ്കിലും റെക്കോർഡ് സൂക്ഷിക്കുന്നതിലും ഞാൻ മുൻപന്തിയിലാണ് എന്ന് പറയാൻ എനിക്ക് കഴിയും. കാരണം എല്ലാ രേഖകളും ഉണ്ട്. രേഖയോടെല്ലാം നമുക്ക് പ്രാധാന്യം പ്രവർത്തന ശേഷിയും ആത്മാർത്ഥതയാണ്. സംഘടനയിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ നമുക്ക് മുൻപന്തിയിൽ നിൽക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. പക്ഷേ അന്ന് ഓർഡർ കോപ്പി കൊടുക്കുമ്പോഴെല്ലാം തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ എനിക്ക് വളരെയേറെ ആവേശം ആത്മാർത്ഥതയുണ്ടായിരുന്നു. പിന്നീട് അത് എന്തുകൊണ്ടോ അതെല്ലാം പിന്തള്ളപ്പെട്ടു പോകുന്ന തരത്തിലേക്ക് മാറുന്ന അവസ്ഥയുണ്ട്. അത് മാറ്റാൻ വേണ്ടി ഞാൻ ഈ സദസ്സിനോട് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. ജയ് നമസ്കാരം.
നമ്മുടെ അവാർഡ് ബഹുമതികൾ സമർപ്പിക്കുന്നത് 3 മണിക്ക് ശേഷമാണെങ്കിലും ഡോക്ടർ കെ ശിവരാജൻ സാറിന് പെട്ടെന്ന് പോകേണ്ടതുള്ളതുകൊണ്ട് അദ്ദേഹത്തിനുള്ള പുരസ്കാരം ഇപ്പോൾ തന്നെ നൽകുന്നതാണ്. PT ഭാസ്കര പണിക്കർ സാറിൻ്റെ പേരിലുള്ള പുരസ്കാരമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. PT ഭാസ്കര പണിക്കർ ജന്മശതാബ്ദി പുരസ്കാരം. അത് നൽകുന്നതിനായി കാൻഫെഡ് ചെയർമാൻ BS ബാലേന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി ഡോക്ടർ കെ ശിവരാജൻ സാറിനെ. ഡോക്ടർ കെ ശിവരാജൻ, ഇദ്ദേഹത്തെ നിങ്ങൾക്ക് പലർക്കും അറിയും. ഇദ്ദേഹം ആണ് മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ച് ആദ്യത്തെ പുസ്തകം മലയാളത്തിൽ എഴുതിയത്. ഡോക്ടർ കെ ശിവരാജൻ 1978 കാൻഫെഡാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഡോക്ടർ കെ ശിവരാജൻ എഴുതിയ പുസ്തകം. അന്ന് അദ്ദേഹം ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷനിലെ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്നു. അത് കഴിഞ്ഞ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡൽട്ട് എഡ്യൂക്കേഷൻ്റെ കോർഡിനേറ്ററായി, പിന്നെ ഡയറക്ടറായി. പിന്നെ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 40ഓളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഡോക്ടർ കെ ശിവരാജൻ വാസ്തവത്തിൽ നമ്മുടെ കാൻഫെഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വളരെ വലിയ സംഭാവന നൽകുന്ന ഒരു വലിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനം കാൻഫെഡാണ്. അതുകൊണ്ടാണ് ഈ പുരസ്കാരം സ്വീകരിക്കുവാൻ അദ്ദേഹം വളരെ തിരക്കിട്ട് ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർ കെ ശിവരാജന് എന്തൊന്നില്ലാത്ത സന്തോഷത്തോടുകൂടിയാണ് ഈ പുരസ്കാരം. ശ്രീ PT ഭാസ്കര പണിക്കർ സാറുമായി അദ്ദേഹത്തിനുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് PTBയുടെ പേരിലുള്ള ജന്മശതാബ്ദി പുരസ്കാരം അദ്ദേഹത്തിന് നൽകി ആദരിക്കുന്നത്. അദ്ദേഹത്തിന് അത്യാവശ്യമായി ഉള്ളതുകൊണ്ടാണ് നേരത്തെ പുരസ്കാരം നൽകുന്നത്. അതിന് നിങ്ങളെല്ലാവരുടെ അനുമതിയോടുകൂടി ഡോക്ടർ കെ ശിവരാജന് ഈ പുരസ്കാരം നൽകുന്നു.